നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷമായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവമേ, നിന്നെ അറിയുന്നതിനും അനുസരിക്കുന്നതിനും സുവിശേഷത്തിൽ ജീവിക്കുന്നതിനും സുവിശേഷത്തിൻ്റെ പ്രകാശത്താൽ ലോകത്തെ പ്രകാശിപ്പിക്കുന്നതിനും ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. ഈ വർഷത്തെ കൺവെൻഷനിൽ സുവിശേഷത്തിൽ ജീവിക്കാം എന്ന് പറഞ്ഞു. എന്താണ് ഉദ്ദേശം? സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറയാം, സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് സുവിശേഷം. സുവിശേഷം ചില ആശയങ്ങളോ അനുഭവങ്ങളോ അല്ല, ദൈവമാണ്, ഒരു വ്യക്തിയാണ്, ജീവിക്കുന്നയാൾ. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥ്യമായ ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസമല്ല. മറ്റ് ആളുകളുടെ സഹായമില്ലാതെ നടക്കാൻ പാടില്ലാത്ത എനിക്ക് ജീവനുണ്ട്. ഇന്ന് ജീവനുണ്ടെന്ന് പറയുന്ന അനേകർക്കും ജീവനുണ്ട്. ഇവിടെ വന്നുകൂടിയിരിക്കുന്നത് വലിയ ഒരു ശതമാനം ആളുകളെ കുഴിച്ചിടാൻ ഒക്കുകയില്ലെന്നേ ഉള്ളൂ, ജീവനിൽ. ഈ ചില രോഗികൾക്ക് രോഗം കൂടുമ്പോൾ അവരെ വെന്റിലേറ്ററിലിടും. അവർക്കൊന്നുമായി ബന്ധമില്ല, എന്നാൽ അവരെ കുഴിച്ചിടാനും. അങ്ങനെയുള്ള ജനങ്ങളുടെ വലിയ സംഘടന, അങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുകളോട് വെന്റിലേറ്ററിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് മാരാമൺ കൺവെൻഷൻ. മറ്റുള്ളവരും ഉണ്ട് ഇവിടെ. ഇന്നലെയൊക്കെ പ്രസംഗിച്ച ആളുകൾ വ്യത്യാസമായിട്ടുള്ളവരാണ്. ജീവൻ ദൈവത്തിലാണ്, യേശുക്രിസ്തുവിലാണ്. അന്യമായി ജീവനില്ല. യേശുക്രിസ്തുവുമായുള്ള ബന്ധം മാറുമ്പോൾ ജീവൻ്റെ യാഥാർത്ഥ്യവും ശക്തിയും കുറയുകയും ചെയ്യും. ദൈവത്തെ വേണ്ട എന്ന് പറയുന്നവർ ദൈവത്തിലാണോ ജീവിക്കുന്നത്? PT പുന്നൂസ് എന്ന് പറഞ്ഞൊരു മാർത്തോമ്മക്കാരനുണ്ടായി. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. അയാളെ ഒരു കടുതിയിൽ വിസ്തരിച്ചപ്പോൾ അവർ ചോദിച്ചു, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു? അവൻ പറഞ്ഞു, വിശ്വസിക്കുന്നില്ല. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ബന്ധു അവനോട് ചോദിച്ചു, എടാ നീ എന്തിനാ അങ്ങനെ പോഷത്തരം പറഞ്ഞ്? നിനക്ക് പറഞ്ഞായിരുന്നു, എനിക്ക് ഉത്തരം പറയാൻ മനസ്സില്ല. ഞാൻ വേറെ വല്ലവരോടും ചോദിച്ചു എന്ന് വല്ലതും പറഞ്ഞാൽ പോലായിരുന്നു. നീ എന്താ ഇല്ലെന്ന് പറഞ്ഞു. അച്ചായന് ഇത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. ഞാനില്ലെന്ന് പറഞ്ഞാൽ ദൈവം ഇല്ലാതാവുമോ? അവൻ്റെ അച്ചായനാണ് ഇത് എന്നോട് ഈ കഥ പറഞ്ഞ്.
എൻ്റെ തിരുമേനി അവൻ്റെ ചെല്ലയ്ക്ക് അടിച്ചോവലായിപ്പോയി എന്ന് പറയും. നീ ദൈവത്തെ നിഷേധിച്ചാൽ ദൈവം ഇല്ലാതാകുന്നില്ല. ദൈവം നിന്നെ നിഷേധിക്കാഞ്ഞത് കൊണ്ടാണ് നിനക്ക് ദൈവത്തെ നിഷേധിക്കാൻ സാധിക്കും. ദൈവം നിഷേധിച്ചാൽ അസ്തിത്വം നഷ്ടപ്പെടും. യഹോവയായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കിയിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ അവൻ മനുഷ്യനായി തീർന്നു. ഇതൊക്കെ സംബന്ധിച്ച് നല്ല ശാസ്ത്ര വിദഗ്ധന്മാരും വേദപുസ്തക പണ്ഡിതരും ഭാഷാ പണ്ഡിതരും കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്സും ഒക്കെ പല പ്രസംഗങ്ങൾ പറഞ്ഞത് കേട്ടും ഉറങ്ങിയും നിങ്ങളുടെ ഉള്ളിൽ ധാരാളമായി കയറിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ പ്രായമായി ഇങ്ങനെ ആധുനിക ചിന്തകൾ ഒന്നും തന്നെ അറിഞ്ഞുകൂടാത്ത ഞാൻ അത് സംബന്ധിച്ചൊന്നും അധികമായി പറയാൻ പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറയും. ജീവിക്കാത്ത സുവിശേഷമല്ല. ഇന്നത്തെ നമ്മുടെ ചിന്ത കേന്ദ്രീകരിപ്പാൻ ഞാനൊരു വേദഭാഗം വായിക്കാം. ഞാൻ വേദപുസ്തകത്തിന് എന്തെങ്കിലും വായിച്ചില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് വേദപുസ്തകം അറിയാൻ വയ്യ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം അധ്യായം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ ഞാൻ വായിക്കാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം. കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയെങ്കിലല്ല തണ്ടിന്മേലത്ര വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഞാനൊരു വേദവാക്യം വായിച്ചു, നിങ്ങളെ തൃപ്തിപ്പെടുത്താനാണിത് വായിച്ചത്. അപ്പോൾ അത് വായിക്കാൻ കണ്ടുപിടിക്കാൻ പോലും അറിയാൻ വയ്യാൻ തെളിഞ്ഞത് കൊണ്ട് ഇനി മറ്റു പരിപാടി പ്രവേശിക്കുന്നില്ല. തുടർന്ന് ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെ സന്ദർശിക്കാൻ പോയി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഒരു കോമളനായ യുവാവ് നല്ല കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് സുസ്മേരവദനായി
അവിടേക്ക് കയറി വന്നു. ഞങ്ങളുടെ സംഭാഷണത്തെ തടസ്സപ്പെടുത്തുന്ന ഇയാൾ വന്നത് എൻ്റെ സ്നേഹിതനെ ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഞങ്ങൾ സ്നേഹിതന്മാരായത് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കോപിക്കുന്നതിനുള്ള കഴിവ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്. അപ്പോൾ ഇയാളെ കണ്ടുടനെ അവൻ ചോദിച്ചു, നിങ്ങളാരാ, നിങ്ങൾക്ക് എന്നാ വേണ്ടിയെന്ന് ചോദിച്ചു. ആ സ്വാമിജി ശാന്തനായിട്ട് പറഞ്ഞു, അതറിയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ സ്നേഹിതൻ അവൻ്റെ ദൈവികപരമായ ആ ക്ഷിപ്രകോപം ഉടൻ തന്നെ പുറത്തെടുത്തു. താൻ ആരാണ് ഞാൻ പറഞ്ഞു തരണം, തൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു തരണം. സൂത്രക്കാരനാണ്, കള്ളാണ്. പിന്നെ അവനറിയാവുന്ന മലയാളം വാക്കിൽ പല നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, താൻ ഇറങ്ങിപ്പോയിക്കോ, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, നിങ്ങളുടെ വീടാണ്, ഇവിടെ നിൽക്കണേ, നിങ്ങളുടെ അനുവാദം വേണം. നിങ്ങളുടെ അനുവാദം നിഷേധിച്ച നിലയ്ക്ക് ഞാൻ പോവുകയാണ്. ഒരു ചോദ്യം, നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അന്തരീക്ഷം തണുത്തു. എൻ്റെ സ്നേഹിതൻ ശാന്തനായി. അദ്ദേഹം ശാന്തമായി നടന്ന് ആ സ്വാമിയുടെ അരികിൽ ചെന്നു, പാദത്തിൽ തൊട്ടു. ക്ഷമിക്കണം, അജ്ഞാനിയാണ്. ഇതാണ് മാരാമൺ കണ്ടുവച്ച്. നീ ആരാണ്, നിങ്ങൾക്ക് പറയാമോ? ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്ന എനിക്ക്, ഇവിടെ ഇരിക്കുന്ന തിരുമേനിമാർക്ക്, അച്ഛന്മാർക്ക്, ഇന്ന് രോഗികൾക്ക് വേണ്ടി ശക്തിയോടുകൂടെ സ്വർഗത്തിൽ നേരിട്ട് ചെല്ലത്തക്കവണ്ണം പ്രാർത്ഥിച്ചവർക്ക് ആരാന്നറിയാമോ? നിങ്ങളോട് ചോദിച്ചാൽ ഒരു കടലാസിൽ ഇപ്പോൾ എഴുതി തരാമോ? നിന്നെ തന്നെ അറിയണം. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നാളെ 10 മണിക്ക് ഇവിടെ ഒരു സിനിമ ഷോ ഉണ്ടായി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവർ ചെറുപ്പം മുതൽ ഇന്നലെ വൈകിട്ട് ചെയ്ത കാര്യങ്ങൾ ആ സിനിമയിൽ കാണിക്കും. അത് കഴിഞ്ഞ് ഭക്ഷണം ഫ്രീയായി ഇവിടെ കൊടുക്കും. ആര് വരും? എന്നാൽ ക്രിസോസ്റ്റം തിരുമേനിയുടെ ജനിച്ചപ്പം മുതൽ ഇപ്പോൾ വരെയുള്ള സിനിമ കാണിക്കും. ഇവിടെങ്ങാണോ ആളുകൊള്ളൂ? നിങ്ങൾക്ക് നിങ്ങളെ അറിയണ്ട, എന്നെ അറിഞ്ഞാൽ മതി. മനുഷ്യനാകണമെങ്കിൽ നമ്മളെല്ലാം മനുഷ്യരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാരും തന്നെ മനുഷ്യരല്ല. ആണോ? നമ്മൾ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ആ തീർത്ഥാടനത്തിന് ശബരിമലയിൽ ചെന്ന് ചേരാൻ ഇടയ്ക്കിടയ്ക്ക് അയ്യപ്പന്മാർ ചെയ്തു. അതുപോലെ ഈ ലോകത്തിൻ്റെ വലിയ തീർത്ഥാടന യാത്രയിൽ ഓരോ വർഷങ്ങളിൽ ചേർന്ന പല തീർത്ഥാടകരുടെ സംഘടനയാണിത്.
മനുഷ്യനാകുന്നത് ദൈവത്തിന്. ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുക. യേശു ക്രിസ്തു പറഞ്ഞു, ക്രിസ്തുവിനെ നിങ്ങളാരും, ദൈവത്തെ നിങ്ങളാരും ഒരു നാളും കണ്ടിട്ടില്ല. ഉണ്ടോ? ദൈവത്തെ അറിയുവാനുള്ള തീർത്ഥാടന യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളാരാണ്? തീർത്ഥാടകരാണ്. ദൈവത്തെ കാണുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിലുള്ള വെളിപാട് അവസാനവും പൂർണ്ണവുമാണ്. എന്നാൽ ആ വെളിപാടിനെയുള്ള നിങ്ങളുടെ അറിവും ധാരണയും അപൂർണമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ കൂടി കടമൊഴിയായി കാണുന്നു, അന്ന് മുഖാമുഖമായി കാണും. നിങ്ങൾ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പിലും എൻ്റെ സൗന്ദര്യം നോക്കി കണ്ടേച്ചവൻ, ആരും വകവെക്കുന്നില്ലെങ്കിലും ഞാൻ നോക്കിയേച്ചവൻ. ഈ കണ്ണാടി ഞാൻ നോക്കിയപ്പോൾ എന്നെയാണോ കണ്ടത്? നിങ്ങൾ പറ. നിങ്ങളുടെ കണ്ണാടിയിൽ നിങ്ങൾ നോക്കുമ്പോൾ ആരെയാ കാണുന്നത്? മലയാളം മനസ്സിലാകത്തില്ലേ? ആരെയാ കാണുന്നത്? നിങ്ങളെയാണോ? ഈ എന്നാ കമ്മൽ, ഈ ചെവിയിലിട്ടിരിക്കുന്ന കമ്മൽ എവിടെ ആയിരിക്കും? ഇടത്തെ ചെവിയിലെ കമ്മൽ എവിടെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്? വലത്തെ ചെവിയ. അപ്പം നിങ്ങളെയാണോ കാണുന്നത്? എ ഡിസ്റ്റോർട്ടഡ് വെർഷൻ ഓഫ് യു, അല്ലേ? മുഖാമുഖമായി കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ സന്നിധി. പരിമിതിയില്ലാത്ത ദൈവത്തെ, പരിമിതിയുള്ള മനുഷ്യനെ പരിപൂർണമായി അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതം എന്താണ്? ദൈവത്തെ ഉള്ള അറിവിനും ദൈവത്തെ പോലെ ആയിത്തീരുവാനുള്ള ഒരു വലിയ യജ്ഞത്തിനുമുള്ള ഒരു വലിയ സെർച്ചാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകും. വെളിച്ചമെന്ന് പറഞ്ഞാൽ എന്നാ? കാണുന്നതിനാണ് വെളിച്ചമെന്ന് പറയുന്നത്. ഞാനൊരു ഗവൺമെൻറ് അറേഞ്ച് ചെയ്ത ഒരു സദ്യ എന്നാ രാത്രിയിലെ ഒരു വലിയ ഭക്ഷണത്തിന് പോയി. അങ്ങനെയൊക്കെ അന്ന് എനിക്കിതൊക്കെ ആരോഗ്യമുണ്ട്. ഈ ഭക്ഷണം ഇങ്ങനെ നമ്മൾ പാത്രത്തിൽ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്ന് കഴിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു കാര്യമുണ്ടായി, വെളിച്ചമങ്ങ് പോയി. അപ്പോൾ അവിടുത്തെ CK മാത്യു അച്ഛൻ ഉടനെ പറഞ്ഞു, ആരും അനങ്ങരുത്, നിങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കണം, വെളിച്ചം ഇപ്പോൾ വരും, നിങ്ങൾ അനങ്ങിയാൽ നിങ്ങളുടെ ചോറിൻ്റെ പാത്രം, ചോറിലെ കറിയെല്ലാം കൂടെ അടുത്ത് നിൽക്കുന്ന സ്ത്രീയുടെ വേഷത്തിൽ വീഴും, ചതിക്കരുത് എന്ന് പറഞ്ഞു. വെളിച്ചം പോയി ഇരുട്ട് വന്നാൽ പിന്നെ അനങ്ങാൻ ഒക്കുകയില്ല.
ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഉള്ള എല്ലാം വല്ലവൻ്റെ ഡ്രസ്സെല്ലാം ചീത്തയാക്കി അവൻ്റെ ജീവിതം നശിപ്പിച്ച് ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രകാശം നമ്മിൽ നിന്ന് പോയി. ഇന്നത്തെ ലോകം ജീവിക്കാൻ കൊള്ളുന്ന ലോകമാണോ? ഇവിടെയുള്ള ഈ നദിയുടെ പേരെന്നാ നിങ്ങൾക്കറിയാമോ? പമ്പാ നദി. ചെറുപ്പത്തിൽ ഞാൻ ആ നദിയിൽ ദിവസം 2 പ്രാവശ്യം കുളിച്ചതാണ്. ഞാൻ കുളിക്കുമ്പോൾ എന്തുണ്ടാകും? എൻ്റെ ദേഹത്തുള്ള അഴുക്കെല്ലാം ഇത് നദിയിൽ വരും. അവരെന്ത് ചെയ്യും? നദി നല്ല ഒഴുക്കുള്ള നദിയാണ്. ആ നദിയിൽ കൂടെ അതെല്ലാം ഒഴുകി എവിടെ ചെല്ലും? കുട്ടനാട്ടിൽ ചെല്ലും. അവിടെയുള്ള നെല്ല് ഈ അഴുക്കെല്ലാം കൂടെ ചെല്ലും. മുട്ടുമ്പം അത് താഴോട്ട് വീഴും. അതിന് വലിയ ഇതാകും. ഞാൻ ഈ കഴിഞ്ഞ ഒരു സമയത്ത് സ്വാമിനാഥനെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ വല്യപ്പൻ്റെ വയലിൽ സ്ഥിരമായി വളമിട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കൂലി എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അത് സൗകര്യമുണ്ട്, എനിക്ക് എപ്പോഴേലും അയച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വയൽ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ ശ്രമിച്ചേ, ഇന്ന് ഞാൻ അവിടെ കുളിച്ചാൽ എന്ത് സംഭവിക്കും? ഈ മാരാമൺ കൺവെൻഷൻ ഉഴപ്പും ഇല്ലേ? കാരണം നാളെയോ മറ്റന്നാളോ ഞാൻ മരിക്കും. പണ്ട് ആരോഗ്യം നൽകിക്കൊണ്ടിരുന്നതായ പമ്പാ നദി ഇന്ന് മരണം നൽകുന്നതായ പമ്പാ നദിയായി മാറി. ഇതുപോലെ വേറൊന്ന് നിങ്ങൾക്ക് പറയാമോ? പമ്പാ നദിയുടെ കരയ്ക്കുള്ള ഒരു സ്ഥാപനമാണ്. ഒന്ന് ഞാൻ, മറ്റൊന്ന് മാരാമൺ കൺവെൻഷൻ. ഇനി ഇത് ലോകത്തിൻ്റെ പ്രകാശമാണോ ലോകത്തെ ഇരുട്ടിലാക്കുന്നതോ? ലോകത്തിൻ്റെ പ്രകാശം ആര്? പ്രധാനമന്ത്രിമാരാണോ? ശാസ്ത്രജ്ഞന്മാരാണോ? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവൻ അനുഭവിക്കുന്നവരും അതിൻ്റെ അവകാശികളുമായ ആളുകളാണ് ഇന്ന് ലോകത്തിൻ്റെ ആവശ്യം. അതിൽ നിന്ന് ജീവൻ്റെ സാക്ഷികളെന്ന് പറയുന്നവർ അകന്നവരാണ് ഈ ലോകത്തിൻ്റെ വലിയ ശത്രുക്കൾ. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ പറയുന്നു ഞങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. ആണോ? ലോകത്തിലെ ഇരുട്ടിലാക്കുന്നവരുടെ ഒരു സമ്മേളനം ഫെബ്രുവരി 14 മുതൽ 21 വരെ മാരാമണ്ണ് വെച്ച് നടന്നു. അതിൻ്റെ അകത്ത് ഇരുട്ടിൽ കൂടെ സഞ്ചരിച്ച് പഠിച്ചിട്ടുള്ള ക്രിസോസ്റ്റം തിരുമേനി ഒരു പ്രസംഗവും പറഞ്ഞു. സത്യമാണോ അല്ലയോ? അത് പറയുന്നതിന് സാധിക്കുന്നതിനാണ് നിങ്ങൾ വെളിച്ചമെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൽ കണ്ടതായ ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി ആ വെളിച്ചത്തെ ലോകത്തിന് പ്രദാനം ചെയ്ത് ലോകത്തെ അതിൻ്റെ നാശത്തിൽ നിന്ന് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതിന് ഈ യോഗം സഹായിക്കണം. ഉള്ളതുപോലെ മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നതിനാണ് വെളിച്ചം.
നിന്നെ നീ ആയിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കണം. ഒരു യുവാവ് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിത്യജീവൻ പ്രാപിക്കണം. കർത്താവ് പറഞ്ഞു, കൽപ്പനയൊക്കെ അനുസരിക്കണം. അവൻ പറഞ്ഞു, അതെല്ലാം ചെറുപ്പം മുതലേ അനുഭവിക്കുന്നു. അവൻ പറഞ്ഞത് ശരിയായിരുന്നോ തെറ്റാണ്? കർത്താവ് അവനോട് പറഞ്ഞു, നീ എന്നെ നല്ലവനെന്ന് വിളിച്ചത് എന്താ? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. അപ്പോൾ നീ എന്നെ നല്ലവനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവമാണെന്നാണ് നീ സമ്മതിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതാ ദൈവം നിന്നോട് പറയുന്നു, നിനക്കുള്ളതെല്ലാം വെച്ച് ദരിദ്രർക്ക് കൊടുക്കും. അവൻ പറഞ്ഞു, അത് നടപ്പില്ല. നിത്യജീവനെന്നും പറഞ്ഞൊരു പുതിയ സാധനം മാർക്കറ്റിലുണ്ടെന്ന് കേട്ടു, അതിൻ്റെ സോൾ ഏജൻസി നിനക്കാം എന്നാരാണ്ട് എന്നോട് പറഞ്ഞു. അപ്പം അതൊന്ന് ചോദിച്ചു വാങ്ങിക്കാൻ വന്നതാണ്. അപ്പം നീ വിൽക്കാൻ പറഞ്ഞാൽ? അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നു. കർത്താവ് പറഞ്ഞു, നീ അനുസരിക്കുന്നില്ല. ഇപ്പോൾ നീ പറഞ്ഞല്ലോ ഞാൻ ദൈവമാണ്, നല്ല ഗുരുവെന്ന് പറഞ്ഞു, ദൈവമേ ഉള്ളൂ നല്ലവൻ. അങ്ങനെയെങ്കിൽ ഇതാ ദൈവം പറയും, നിനക്കുള്ളത് വിൽക്കാൻ. വേദോസ്തത്തിൽ പറഞ്ഞതല്ല, അവൻ അന്നേരം പറഞ്ഞ കാര്യം. ഞാനും ഒരു യുവാവായിരുന്നുകൊണ്ട് എനിക്കറിയാം. അവൻ പറഞ്ഞ അത് മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. നീ വേണേ വിറ്റു. കാരണം ഇത് നടപ്പുള്ള കാര്യമാണോ? ലോകത്തിലുള്ള എല്ലാവരും കൂടെ അവരുടെ പുരയിടം വിൽക്കാൻ ചെന്നാൽ വാങ്ങിക്കുന്ന ആരാ? നീ അതോ വാങ്ങിച്ചാൽ എന്തോ പറ്റും? ഇപ്പോൾ നിങ്ങൾ പുരയിടം വിറ്റ് മുഴുവൻ എനിക്ക് തന്നാൽ എന്നാ പറ്റും? എൻ്റെ സ്വർഗരാജ്യം പോക്ക. അപ്പം അത് ലോകത്തിൽ പ്രായോഗികമല്ല. എന്നാൽ നീ ദൈവത്തെ അനുസരിക്കാൻ നിനക്ക് മനസ്സിലെന്ന് കർത്താവ് അവനെ പഠിപ്പിച്ചു. നിന്നെ തന്നെ അറിയുവാൻ സഹായിക്കണം. അത് നമ്മുടെ ജീവൻ്റെ ഒരാവശ്യമാണ്. നിന്നെ നീ ആയിരിക്കുന്ന രീതിയിൽ കാണുന്നതിന് പ്രകാശമായ ദൈവത്തിൻ്റെ പ്രകാശം നിന്നിലേക്ക് പ്രവേശിക്കണം. രണ്ടാമത്, പ്രകാശം നീ പോകേണ്ട വഴി നിന്നെ കാണിച്ചു തരും. ഇതെവിടെ, എങ്ങോട്ട് പോകണം എന്ന്. ഇരുട്ടാകുമ്പോൾ പുരോഗമനം അസാധ്യമാകും. ജീവിതത്തിൽ പുരോഗമനത്തിന് ദൈവത്തിൻ്റെ പ്രകാശമായ യേശുക്രിസ്തുവിൻ്റെ ബന്ധം വളരെ ആവശ്യമാണ്. ക്രിസ്തുവിൽ നിന്ന് അന്യമായുള്ള പുരോഗമനം എത്തേണ്ട സ്ഥലത്തേക്കുള്ളതല്ല. അതിന് നിങ്ങൾ ഒരുങ്ങണം. നിങ്ങളുടെ ഭാവി നിശ്ചയിക്കേണ്ടത് നിങ്ങളോ ദൈവം? നിങ്ങളാര്? ദൈവത്തിൻ്റെ ജീവൻ കൊണ്ട് നിറഞ്ഞ് ആ ജീവൻ്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ. ഇത് സത്യമാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾ ഇത് നിങ്ങളെപ്പറ്റി സത്യമാക്കാമെങ്കിൽ ലോകം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഈ ആണ്ടിൽ മാരാമൺ കൺവെൻഷന് വന്നിരിക്കുന്ന ഇത്രയും ആളുകൾ ഇന്ന് പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ ജീവൻ, ക്രിസ്തുവിൽ കൊടുക്കേണ്ട ആ ദൈവജീവൻ എൻ്റെ ജീവനായി സ്വീകരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ ലാക്കിലേക്ക്, ആ പരമവിള്ളിയിലേക്ക് ഞാനിതാ ഓടുന്നു.
എന്ന് ഈ യോഗത്തിൽ വെച്ച് പറയാൻ സാധിച്ചാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചു. കർത്താവ് പറയുന്നുണ്ട് പുറകെ ആ ഭാഗത്ത്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം അവരിൽ ശോഭിക്കും. മനുഷ്യർ നിങ്ങളെ കാണും, നിങ്ങളിൽ ദൈവത്തെ കാണും, ആ ദൈവത്തിൽ മനുഷ്യനെ കാണും. 3 കാര്യങ്ങൾ. ദൈവത്തെ നിങ്ങളിൽ കാണും. കാണാമോ? ദൈവത്തെ എവിടെ കാണാം? നിങ്ങൾക്ക് പറയാം. മാരാമണ്ണ് കൺവെൻഷന് ദൈവത്തെ കാണാമോ? ഈ ഞായറാഴ്ച നടക്കുന്ന കുർബാന ശുശ്രൂഷയിൽ ദൈവത്തെ കാണാമോ? ഓട്ടമോടി ക്ഷീണിച്ചിരിക്കുന്ന ക്രിസ്തോസ്റ്റം മെത്രാജിനിൽ ദൈവത്തെ കാണാമോ? ദൂതന്മാരെ ആട്ടിടയവരോട് പറഞ്ഞു, രക്ഷിതാവ് നിങ്ങളുടെ പട്ടണത്തിൽ. ദൈവം എവിടെ? പള്ളിയിലാണോ? ആണോ? നിങ്ങളുടെ പള്ളിയിൽ തന്നെ ഏറ്റവും ആളുകളുടെ മധ്യത്തിൽ നിന്ന് മാറിയാണ്. ആ പള്ളിക്കകത്തൊരു ഐക്യലായുണ്ട്. ഐക്യലായുടെ മുകളിൽ ഒരു മധുവായുണ്ട്. ആ മധുവായുടെയും അവിടെ നടുക്കൊരു യേശുക്രിസ്തു. നിങ്ങളുടെ ക്രൂശ് എവിടെയാണ്? മനുഷ്യരുടെ മധ്യത്തിലാണോ? മനുഷ്യരിൽ നിന്ന് ആകാവുന്നിടത്തോളം അകലെയാണോ? ദൂതന്മാർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ ദൈവം എവിടെയെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ്? നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് ദൈവത്തെ പരിചയമുണ്ടോ? കണ്ടാലറിയുമോ? അവർ പറഞ്ഞു, ഞാനൊരു അടയാളം പറഞ്ഞു തരാം. എന്തുവാ പറഞ്ഞേ? ഒരു പശുത്തൊട്ടി നഗ്നനായ ശീലകൾ പൊതിഞ്ഞുകൊണ്ട് ബലഹീനനായ ഒരു ശിശു കിടപ്പുണ്ട്. അതാ ക്രിസ്തു. ദൈവം എവിടെയാണ്? മാരാമണ്ണ് കൺവെൻഷനിലാണോ? അവിടെ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പരിചയമില്ലാത്തവർ ദൈവത്തെ കാണണമെങ്കിൽ മാരാമണ്ണ് വന്നാൽ കാണുകയില്ല. ക്രിസ്തോസ്റ്റം മെത്രാജിൻ്റെ വീട്ടിൽ ചെന്നാൽ കാണുകയില്ല. പശുത്തൊട്ടിയിൽ ചെല്ലാം. ആർക്കും വേണ്ടാത്ത സ്ഥലത്ത് ജീവിക്കുന്നതിന് നിർബന്ധനായിരിക്കും. അവിടെ ദൈവത്തെ കാണാൻ സാധിക്കണം. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്? ഈ പ്രസംഗമൊക്കെ പറഞ്ഞു വെച്ച് ഞാൻ ചണ്ടുനില കെട്ടിടത്തിലാണ് പോയി താമസിക്കുന്നത്. പശുത്തൊട്ടിയില്ല ദൈവം എന്ന് പറഞ്ഞ് ഇവിടെ അടുത്ത് ദൈവം ഇല്ലാത്ത സ്ഥലം നോക്കിയാണ് ഞാൻ പോയി താമസിക്കുന്നത്. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ ആരേലും നന്നാവും? സുവിശേഷം ജീവിക്കുന്നത് എപ്പോൾ? ഞാൻ സുവിശേഷത്തിൽ ജീവിക്കുമ്പോൾ. ഇന്ന്
ലോകത്തിൽ ആവശ്യങ്ങളിൽ കിടന്ന് നട്ടം തിരിയുന്ന മനുഷ്യൻ്റെ അരികിലേക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളെ പോകാൻ പ്രേരിപ്പിക്കുകയും അവരായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരായിരിക്കേണ്ട സ്ഥലത്തേക്ക് അവരെ നീക്കുന്നത് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നാം ജീവിക്കുന്ന സുവിശേഷമായിത്തീരും. അതിന് തയ്യാറുണ്ടോ? ഇവിടെ നമ്മളോട് പറഞ്ഞു അങ്ങനെ കോടി രൂപ വേണം, ലക്ഷം വേണം, മറ്റേത് വേണം. അതൊക്കെ കൊടുക്കണം, നല്ലതാണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പ്രകാശമുള്ളതും കൊടുത്തു പോകും, അതൊക്കെ ശരിയാണ്. അതുകൊണ്ടൊന്നും ആവുകയില്ല. ഈ ദേശത്തെ വീടില്ലാത്ത ഒരുത്തരും ഉണ്ടായിരിക്കുക. പശുത്തൊട്ടിയെല്ലാം വീടുകളായി മാറ്റണം. അങ്ങനെ ശ്രമിക്കാമോ? ഈ മാരാമൺ കൺവെൻഷൻ്റെ മധ്യത്തിൽ 1000 തേക്ക് നമ്മളെ ഏൽപ്പിച്ചു. എന്നാ ഗുണമാണ്? പലരും ബസ് സ്റ്റാൻഡിൽ അതിട്ടു, മറ്റേ വീട്ടിൽ കൊണ്ട് മുറ്റത്തിട്ടു. ഇതെന്തിനാ തന്നത്? ലോകം നശിക്കാതിരിക്കാൻ. മരങ്ങൾ പോയി. മരം മനുഷ്യൻ്റെ വലിയ ആവശ്യമാണ്. എൻ്റെ പുറകിലിരിക്കുന്ന ഈ തിരുമേനിമാരുണ്ട്. അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരിലും വിശുദ്ധരവരാണെന്നുള്ള ഒരു ചിന്തയിൽ അവിടെ ഇരിപ്പ്. സത്യവുമാണ്. എന്നാൽ അവരിവിടെ ഇരിക്കുമ്പോഴും ചെയ്യുന്ന പണി എന്നാ? മനുഷ്യനെ ജീവിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഈ ഓക്സിജൻ എല്ലാം കൂടെ വലിച്ചെടുത്തിട്ട് മനുഷ്യനെ കൊല്ലുന്ന കാർബൺ ഡയോക്സൈഡ് പുറത്തിട്ടുകൊണ്ടിരിക്കുക ഈ ഭക്തവിശുദ്ധന്മാർ. ഞാൻ വേഗം പ്രസംഗം നിർത്തിയില്ലേ നമ്മുടെ ഭാവി കുഴപ്പത്തിലാണ്, ഇല്ലേ? എന്നാൽ ഇവരെ ദൈവം ബിഷപ്പന്മാരായി കോൺസിക്രേറ്റ് ചെയ്തപ്പോഴേ ദൈവത്തിനറിയാം ഇതവരുടെ കയ്യിലുണ്ടെന്ന്. അതുകൊണ്ട് ദൈവം എന്ത് പറഞ്ഞു? തേക്ക് വെച്ചോളാൻ പറഞ്ഞു. ഞങ്ങളുടെ കാലത്തൊന്നും അത്രയും 1000 വെക്കണ്ടായിരുന്നു. ഇപ്പം ഇവരാൾ 50 കൂടിയപ്പോൾ പറഞ്ഞു തേക്ക് വെച്ചോ, അല്ലെങ്കിൽ കൺവെൻഷൻ നശിക്കും. ദൈവം തന്ന ലോകത്തെ മനുഷ്യൻ്റെ ആവശ്യത്തിന് തന്നത് അത് നിൻ്റെ ദുരാഗ്രഹത്തിനായിട്ട് മാറ്റി ലോകം ജീവിക്കാൻ കൊള്ളാത്ത സ്ഥലമാക്കിയ നീ അതിൻ്റെ രൂപാന്തരമാണ്, അല്ലാതെ ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് അല്ലാതെ. 1000 മരം വെച്ചു എന്ന് പറയുന്നത് മാരാമൺ കൺവെൻഷനിലെ ജനങ്ങളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് അത് ചെയ്തതാണ്. അത് വാങ്ങിച്ച് വഴിയിലിട്ടേച്ച് പോയ നീ അവസാന നാളിൽ ദൈവം അവിടെ ചെല്ലുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ എന്നാ ഉത്തരം പറയും? ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ ലോകത്തെ സമൃദ്ധിയായ ജീവൻ്റെ രംഗമായി മാറ്റുന്നതിനാണ് ഈ മാരാമൺ കൺവെൻഷൻ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നാണ് പറഞ്ഞത്. മാർത്തോമാ സഭയുടെ വെളിച്ചമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് ലോകം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവൻ നൽകുവാൻ തക്കവണ്ണം മാരാമൺ കൺവെൻഷനെ സ്നേഹിച്ചോ, ലോകത്തെ സ്നേഹിച്ചോ? ലോകത്തെ സ്നേഹിക്കാത്തവന് സ്വർഗരാജ്യത്തിൽ പോകാൻ സാധിക്കും.
അതുകൊണ്ട് എന്താണ് ലോകത്തെ സ്നേഹിക്കേണ്ടത്? മനുഷ്യൻ മനുഷ്യനായി തീരുന്നതിനും വളരുന്നതിനുമാണ് ലോകം. ലോകം തേക്കുതടി കൊണ്ടുണ്ടാക്കിയതല്ല. ലോകം മനുഷ്യന് വേണ്ടിയാണ്. തേക്ക് മനുഷ്യന് വേണ്ടിയാണ്. ലോകം മനുഷ്യനാകാനായിട്ടാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ നമുക്കിന്ന് പറയേണ്ടത് മുടിയനായ പുത്രനെ പോലെ, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഈ ലോകത്തോടും സ്വർഗത്തോടും കൂടെ പാപം ചെയ്തു. അതിൻ്റെ ഒരു വലിയ പുള്ളിയുടെ പടം നാളെ രാവിലത്തെ പത്രത്തിൽ കാണും. നമുക്ക് വേണ്ടിയതെന്ത്? സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന്, അപ്പാ ഞാൻ നിന്നോടും മനുഷ്യരോടും പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ ദാസന്മാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കാം. ഈ പ്രാർത്ഥന ഇവിടെ ഇരുന്ന് പരമാർത്ഥ ഹൃദയത്തോട് കൈയും പൊക്കി കാലും പൊക്കി ഒന്നും ആരും കാണണ്ട. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട്, ഞാൻ ലോകത്തെ നശിപ്പിച്ചു, നിന്റെ സൽപ്പേരിനെ നശിപ്പിച്ചു, എൻ്റെ അയൽക്കാരനെ നശിപ്പിച്ചു. എങ്കിലും നീ നിന്റെ പുത്രൻ മുഖാന്തരം എന്നെ വീണ്ടെടുത്തിരിക്കും. അപ്പോൾ അപ്പൻ എന്തു പറഞ്ഞു? ഈ എൻ്റെ മകൻ മരിച്ചവനാകില്ല, ഇവൻ നഷ്ടപ്പെട്ടവനാണ്, ഉയർത്തെഴുന്നേറ്റ്. ഈ വർഷത്തെ മാരാമൺ കൺവെൻഷന് എന്ത് സംഭവിച്ചു? മരിക്കാരടുത്തിരിക്കുന്നതായ ക്രിസോസ്റ്റം തിരുമേനി പ്രസംഗിച്ചു. അവിടെ വെച്ച് പിതാവായ ദൈവം ഇവിടെ നിന്ന് എന്ത് പറയുന്നു? ഇതാ ഈ മാരാമൺ കൺവെൻഷനിൽ മരിച്ചതായ എൻ്റെ മെത്രാന്മാരും അച്ഛന്മാരും ജനങ്ങളും ജീവിച്ചിരിക്കുന്നു. എനിക്ക് നഷ്ടപ്പെട്ടവർ ഇന്നെൻ്റെ സ്വന്തമായി തീർന്നിരിക്കുന്നു. വലിയൊരു സ്ഥലം. ഇത് നോയമ്പാണേലും കാളക്കുട്ടി ആർത്ത് കഴിച്ചു. ഭൂലോക സന്തോഷത്തിന് മനുഷ്യവർഗത്തെ ഒരുക്കുന്ന വലിയൊരു രംഗമായി തീരട്ടെ. നിങ്ങളോടിപ്പോൾ കൈപോക്കാൻ പറഞ്ഞാൽ എല്ലാവരും കൈപോക്കും. ആ കാരണം കൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന ഇരുന്നു കൊണ്ട്, അപ്പാ ഞാൻ പാപം ചെയ്തിരിക്കും, നിന്റെ ഭൂമിയെ ഞാൻ വികൃതമാക്കി, എൻ്റെ മനുഷ്യത്വത്തെ ഞാൻ നശിപ്പിച്ചു, എൻ്റെ സഹോദരനെ ഞാൻ ഇല്ലാതാക്കി, ക്ഷമിക്കണമേ. അപ്പോൾ ഇതാ ദൈവം ഇപ്പോൾ പറയുന്നു, നമ്മളുടെ ഈ മീറ്റിംഗ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും ആലിംഗനം ചെയ്തുകൊണ്ട് ദൈവം പറയുന്നു, ഈ എൻ്റെ മകൾ മരിച്ചുപോയി, എന്നാൽ ഇന്ന് ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് അങ്ങനെ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു രംഗമായി, ഒരവസരമായി, ഒരു വലിയ ദൈവപ്രവർത്തനമായി ആ സുവിശേഷത്തിൻ്റെ നിറവിൽ ജീവിക്കുന്നവരായി നാം മടങ്ങുന്നതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ആശീർവദിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, അഭിനയ
തിരുമേനിയിൽ കൂടെ ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തകൾക്കായി, നല്ല ഉൾക്കാഴ്ചകൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഒന്ന് കാണുവാൻ അവിടുന്ന് ഇടയാക്കുന്ന വലിയ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ ദർശിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വഴികാട്ടിയായി എപ്പോഴും കൂടിയിരിക്കുന്ന വെളിച്ചമാവുന്നുണ്ട്, സ്തോത്രം. നിന്നാൽ പ്രകാശിതരായി ഈ ഭൂമുഖത്തായിരിക്കാൻ സുവിശേഷമായി ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവനെ ഹനിക്കുന്ന ഘടകങ്ങളെ തിരിച്ചറിയുവാൻ യേശുക്രിസ്തുവിൽ കൂടെ ലഭ്യമാകുന്ന സമൃദ്ധമായ ജീവൻ്റെ അവകാശികളായി തീരുന്നതോടൊപ്പം ആ ജീവനിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർ ദൈവത്തെ കാണുവാൻ, ഞങ്ങളുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് മറ്റുള്ളവർ ദൈവത്തെ കാണുവാൻ, ഞങ്ങളുടെ ആഘോഷങ്ങൾ, ഞങ്ങളുടെ പരിപാടികൾ, ഞങ്ങളുടെ കൂടിവരവുകൾ, ഞങ്ങളുടെ ചെയ്തികൾ ഒക്കെ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു കൂടെ പ്രകടമാക്കപ്പെട്ട രക്ഷണീയ പ്രവർത്തനം സഭയിൽ കൂടെ ഞങ്ങൾ കൂടെയൊക്കെ ഈ സമൂഹത്തിൽ പ്രകടമാക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ നാശത്തിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള മരണകരമായ ഘടകങ്ങളെ കണ്ടെത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവയെ തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ജീവന് വേണ്ടി നിലകൊള്ളുവാനും കർത്താവിൽ കൂടെയുള്ള ജീവൻ്റെ അംശങ്ങളായി തീരുവാനും ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടെയൊക്കെ എപ്പോഴും ദൈവനാമം മഹത്വപ്പെടുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാൻ സഭയായി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ലോകത്തെ സ്നേഹിച്ച ദൈവമാണല്ലോ. ഞങ്ങൾ ലോകത്തെ സ്നേഹിപ്പാൻ നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ ലോകത്തിന് ഞങ്ങൾ അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും സമൂഹമായും കഴിഞ്ഞ നാളുകളിലൊക്കെ നീ ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ ദേശത്തിന് അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നൽകിയ അനുഗ്രഹങ്ങൾക്കായി, കൃപകൾക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങളോട് വചനം സംസാരിപ്പാൻ തക്കണം അഭിയുന്ന വെരിമത്രാപുരത്തെ തിരുമേനിയെ ബലപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ദീർഘവർഷങ്ങളെ സഭയെ നയിക്കുവാൻ തക്കണം ബലം നൽകി, കൃപകൾ നൽകി ഞങ്ങൾ നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നതിൻ്റെ കൃപയിൽ കാക്കണമേ, പരിപാലിക്കണമേ. അവിടെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. മഹത്വം അവിടുന്ന് എടുക്കണമേ. യേശുവിൻ മൂലപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.